അടൂർ നഗരത്തിൽ എത്തിച്ചേരുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത് വിശാലമായ റോഡുകളും മനോഹരമായ കെട്ടിടങ്ങളുമാണ്. ആഢ്യന്മാരുടെ ഊര് അഥവാ ലാൻഡ് ഓഫ് നോബിൾ പേഴ്സൺസ് എന്നറിയപ്പെടുന്ന അടൂർ നഗരം വമ്പിച്ച വികസനവും കനത്ത ട്രാഫിക്കുമുള്ള ഒരു സ്ഥലമാണ്. എങ്കിലും ഇവിടെ കേരള പോലീസ് വളരെ കാര്യക്ഷമമായി ട്രാഫിക് നിയന്ത്രിക്കുന്നുണ്ട്. ചില റോഡുകൾ വൺ വേ ആക്കി മാറ്റിയിട്ടുമുണ്ട്. ധാരാളം ലോട്ടറി സ്റ്റാളുകളും ഫർണിച്ചർ ഷോപ്പുകളും എവിടെ നോക്കിയാലും കാണുവാൻ പറ്റും. പത്തനംതിട്ട ജില്ലയിലെ ഒരു മുനിസിപ്പാലിറ്റിയാണ് അടൂർ. താലൂക്ക് ആസ്ഥാനവുമാണ്. ജില്ലാ ആസ്ഥാനത്തിൽ നിന്നും 18 കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായിട്ടാണ് അടൂരിൻ്റെ സ്ഥാനം. ഏകദേശം 29,000 ആളുകൾ ഈ വലിയ നഗരത്തിൽ താമസിക്കുന്നു. പൗരാണികമായൊരു നഗരമാണ് അടൂർ. ഇവിടുത്തെ ഗവൺമെൻറ് ആശുപത്രിക്ക് 150 വർഷത്തെ പഴക്കമുണ്ട്. പണ്ടുകാലത്ത് അടൂർ ധർമാശുപത്രി എന്നായിരുന്നു ഈ ഹോസ്പിറ്റൽ അറിയപ്പെട്ടിരുന്നത്. അതുപോലെ ഇവിടുത്തെ UP സ്കൂൾ 100 വർഷം പഴക്കമുള്ളതാണ്. അടൂർ മലയാളം സ്കൂൾ എന്നാണ് ഒരു കാലത്ത് ഈ വിദ്യാലയം അറിയപ്പെട്ടിരുന്നത്. ഇപ്പോൾ അടൂർ ഗവൺമെൻറ് UP സ്കൂൾ എന്ന് പേര് മാറ്റിയിട്ടുണ്ട്. 90 വർഷം മുമ്പ് മഹാത്മാഗാന്ധി അടൂർ സന്ദർശിച്ചു. SNDP ബിൽഡിങ്ങിന് അദ്ദേഹം തറക്കല്ലിടുകയും ചെയ്തു. ഗാന്ധിയുടെ വരവോടെ ചർക്കയുടെയും ഖാദിയുടെയും സന്ദേശം അടൂരിലുള്ള ആളുകൾക്ക് ബോധ്യപ്പെടുകയും വമ്പിച്ച സ്വാതന്ത്ര്യസമര ആവേശം ഇവിടെ അലയടിക്കുകയും ചെയ്തു. അടൂരിലെ രാഷ്ട്രീയ പാരമ്പര്യത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും SNDPക്കും NSSനും വലിയ പങ്ക് വഹിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ അടൂരിലെ MLA ശ്രീ C ഗോപകുമാറാണ്. അടൂർ താലൂക്കിൽപ്പെട്ട പഞ്ചായത്തുകളാണ് കൊടുമോൺ, എഴംകുളം, പള്ളിക്കൽ, കടമ്പനാട്, എനാടിമംഗലം, പന്തളം തെക്കേക്കര, തുമ്പമൂൺ, എറത്തു എന്നിവ. അടൂരിൽ 54% ഹിന്ദുക്കളാണ് താമസിക്കുന്നത്. 36% ക്രിസ്ത്യാനികളും ഏകദേശം 9% മുസ്ലിങ്ങളും ഇവിടെയുണ്ട്. ടൂറിസ്റ്റ് പ്രാധാന്യമുള്ള ഒരു നഗരമാണ് അടൂർ. വേലുത്തമ്പി ദളവ സ്മാരകം മണ്ണടി എന്ന സ്ഥലത്ത് സ്ഥാപിച്ചിരിക്കുന്നു. മണ്ണടിയിൽ വെച്ചാണ് വേലുത്തമ്പി ദളവ വീരചരമം പ്രാപിച്ചത്. അതുപോലെ അടൂരിലെ പുരാതനമായ ഭഗവതി ക്ഷേത്രത്തിലെ ശിലാശില്പങ്ങൾ കാണുവാനും ടൂറിസ്റ്റുകൾക്ക് വലിയ താല്പര്യമാണ്. എല്ലാ വർഷവും ഫെബ്രുവരിയിൽ ഇവിടെ ഉത്സവവും നടത്താറുണ്ട്. അടൂർ KSRTC ബസ് സ്റ്റാൻഡിന് സമീപം പാർത്ഥസാരഥി ക്ഷേത്രം അറിയപ്പെടുന്ന മറ്റൊരു ഹിന്ദു ആരാധനാലയമാണ്. ഇവിടെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ഉത്സവം നടത്താറുണ്ട്. അതുപോലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പെരിങ്ങനാട് തൃച്ചേന്നമംഗലം ശ്രീ മഹാദേവർ ക്ഷേത്രവും പേരും പെരുമയും നേടിയിട്ടുണ്ട്. തെക്കൻ കേരളത്തിലെ ഏറ്റവും വലിയ കെട്ടുകാഴ്ച നടക്കുന്ന ഉത്സവങ്ങളിലൊന്ന് ഇവിടെയാണ് നടത്തുന്നത്. ശിവരാത്രിക്ക് ശേഷം 10 ദിവസങ്ങളിലാണ് ഈ ഉത്സവം നടക്കാറ്. അതുപോലെ പെരിങ്ങനാട് മലങ്കര ഓർത്തഡോക്സ് വലിയ പള്ളി അറിയപ്പെടുന്ന ഒരു ക്രൈസ്തവ ദേവാലയമാണ്. പൂവങ്കുന്ന് പള്ളി എന്ന പേരിലാണ് ഈ ദേവാലയം അറിയപ്പെടുന്നത്. അതുപോലെ കണ്ണങ്കോട് ഓർത്തഡോക്സ് ദേവാലയവും പേരെടുത്തിട്ടുണ്ട്. പൗരാണികമായ അടൂർ ജുമാഅത്ത് പള്ളിയും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനാ കേന്ദ്രമാണ്. അടൂരിൻ്റെ സമീപത്തുള്ള പറക്കോട്ടുള്ള ചന്ത കേരളത്തിലെ ഏറ്റവും പഴയ അങ്ങാടികളിൽ ഒന്നാണ്. മലഞ്ചരക്ക് വ്യാപാരത്തിനാണ് ഈ ചന്ത അറിയപ്പെടുന്നത്. അനന്തരാമപുരം മാർക്കറ്റ് എന്നും വിളിക്കാറുണ്ട്. ഒരു കാലത്ത് തിരുവിതാംകൂറിലെ വാണിജ്യത്തിൻ്റെ സ്ഥിരാകേന്ദ്രമായിരുന്നു അടൂരിലെ ചന്ത. പുനലൂർ റോഡിലാണ് ഈ ചന്ത സ്ഥിതി ചെയ്യുന്നത്. വിദ്യാഭ്യാസ മേഖലയിൽ നല്ല വളർച്ചയുള്ള ഒരു നഗരമാണ് അടൂർ. സെൻറ്റ് സിറിൽസ് കോളേജ് കിളിവയലിൽ സ്ഥാപിച്ചിരിക്കുന്നു. അതുപോലെ അടൂരിൽ ഒരു വലിയ എഞ്ചിനീയറിംഗ് കോളേജുമുണ്ട്. അടൂർ ശ്രീനാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയും ഒരു വലിയ വിദ്യാഭ്യാസ സ്ഥാപനമാണ്. കേരള സർവകലാശാലയുടെ ഒരു B.Ed ക്യാമ്പസ് ഇവിടെയുണ്ട്. അതുപോലെ ഗവൺമെൻറ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളും ഗവൺമെൻറ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളും ഇവിടെയുണ്ട്. കേന്ദ്രീയ വിദ്യാലയവും അടൂരിൽ സ്ഥാപിച്ചിരിക്കുന്നു. സെൻറ് മേരീസ് മഹിളാ മന്ദിരം ഹൈസ്കൂൾ അറിയപ്പെടുന്ന ഒരു ക്യാമ്പസാണ്. ഹോളി ഏഞ്ചൽസ് ഇംഗ്ലീഷ് മീഡിയം ഹയർ സെക്കൻഡറി സ്കൂളും ഇവിടെയുണ്ട്. അതുപോലെ തപോവൻ പബ്ലിക് സ്കൂളും തൃച്ചേന്നമംഗലം ഗവൺമെൻറ് ഹൈസ്കൂളും ഇവിടെയുണ്ട്. NSS ഹയർ സെക്കൻഡറി സ്കൂളും മാർത്തോമ ഇംഗ്ലീഷ് മീഡിയം UP സ്കൂളും പേരെടുത്തിരിക്കുന്നു. പ്രശസ്തരായ പല വ്യക്തികളും അടൂർ സ്വദേശികളാണ്. മലയാള സിനിമയിലെ ആദ്യകാല അഭിനേതാവായിരുന്ന അടൂർ ബാസി ഈ നാട്ടുകാരനാണ്.
അന്നത്തെ കാലത്ത് അടൂർ ബാസിയും ബഹദൂറും ഇല്ലാതെ സിനിമകൾ ഉണ്ടാക്കുവാൻ പ്രയാസമായിരുന്നു. വളവിൽ തിരിവ്, സുഷിക്കുക തുടങ്ങിയ സിനിമകളിൽ അടൂർ ബാസി ബഹദൂർ കൂട്ടുകെട്ട് ശ്രദ്ധിക്കപ്പെട്ടു. മുടിയനായ പുത്രൻ, ഇതാ ഒരു മനുഷ്യൻ, കൊട്ടാരം വിൽക്കാനുണ്ട്, ലങ്കാദഹനം, റെസ്റ്റ് ഹൗസ് തുടങ്ങിയ സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ അടൂർ ബാസി അവതരിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ ഈ പട്ടണത്തിന് രാജ്യാന്തര പ്രശസ്തി നേടിക്കൊടുത്തു. അദ്ദേഹത്തിൻ്റെ സിനിമകൾ വെനീസിലും കാൻസിലും ടൊറൻഡോയിലും അന്തർദേശീയ സിനിമാ ഫെസ്റ്റിവലുകളിൽ പ്രദർശിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. സത്യജിത് റേ, മൃണാൾ സെൻ തുടങ്ങിയ അധികായകന്മാരുടെ നിലയിലാണ് അദ്ദേഹം ഇന്ത്യൻ സിനിമാ രംഗത്ത് നിലകൊള്ളുന്നത്. അമേരിക്കയിലെ വിസ്കോൺസിൻ മിൽവാക്കി സർവകലാശാല അദ്ദേഹത്തിൻ്റെ സിനിമകളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഒരു ഗവേഷണ കേന്ദ്രം സ്ഥാപിച്ചിട്ടുണ്ട്. 52 വർഷം മുമ്പ് പുറത്തിറങ്ങിയ സ്വയംവരമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും അറിയപ്പെട്ട ചിത്രം. അന്നത്തെ കാലത്ത് കേരളത്തിൽ പ്രണയവിവാഹങ്ങൾ അപൂർവമായിരുന്നു. ജോലിയില്ലാത്ത ഒരു ചെറുപ്പക്കാരനെ സ്നേഹിച്ച സീതയുടെ കഥയാണ് സ്വയംവരം എന്ന സിനിമയിൽ അടൂർ ഗോപാലകൃഷ്ണൻ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. സ്വന്തം കുടുംബത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട സീത പൊട്ടിപ്പൊളിഞ്ഞ ഒരു വാടക വീട്ടിൽ ചേരി പ്രദേശത്ത് താമസിക്കാൻ നിർബന്ധിതയായി. എങ്കിലും തൻ്റെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾക്ക് അവൾ ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. കാരണം സ്വന്തം ഭർത്താവിനെ സ്വയം തന്നെ തിരഞ്ഞെടുത്ത സീതയ്ക്ക് അക്കാര്യത്തിൽ ഉത്തരവാദിത്വവും ഏറ്റെടുക്കുവാനുള്ള ധൈര്യമുണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് പ്രണയവിവാഹങ്ങൾ അത്രയും അപൂർവമായതുകൊണ്ട് ഒരു സിനിമയുടെ ഇതിവൃത്തമാക്കുവാൻ അതുതന്നെ ധാരാളമായിരുന്നു. അനേകം അന്തർദേശീയ അവാർഡുകൾ സ്വയംവരം എന്ന സിനിമ നേടിയെടുത്തു. ഏറ്റവും നല്ല സംവിധായകനായി അടൂർ ഗോപാലകൃഷ്ണനും ഏറ്റവും നല്ല നടിയായി ശാരദക്കും മോസ്കോ അന്തർദേശീയ ഫിലിം ഫെസ്റ്റിവലിൽ ഇടം ലഭിച്ചു.